വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ക്രൂശ് എടുക്കൂ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി 16:24 പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശ് എടുക്കാനുള്ള കർത്താവായ യേശുവിൻ്റെ ആഹ്വാനം പലർക്കും സ്വീകരിക്കാൻ പ്രയാസമാണ്. എന്നിരുന്നാലും ഈ വിളി നിരസിച്ച് സ്വയം സംതൃപ്തിയോടെ ജീവിക്കുന്നത് ഒരു ദാരുണമായ അന്ത്യത്തിലേക്ക് നയിക്കും. അവരോട് കർത്താവ് പറയും, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ എന്ന്. ഇത് മത്തായി 25:41 കാണാൻ സാധിക്കും. എന്നാൽ യേശുവിനോടൊപ്പം ക്രൂശ് വഹിക്കുന്നവർ അവന്റെ നിമിത്തം നിന്നയും കഷ്ടപ്പാടും പ്രയാസവും സഹിച്ചുകൊണ്ട് അവനോടൊപ്പം നിത്യസന്തോഷത്തിൽ വാഴും. ക്രൂശിന്റെ സന്ദേശം നശിച്ചുപോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണെന്ന് 1 കൊരിന്ത്യർ 1:18 പറയപ്പെടുന്നു. കർത്താവ് പ്രഖ്യാപിച്ചു, അവൻ വഴിയും സത്യവും ജീവനുമാണ്. ക്രൂശിന്റെ വഴിയിലൂടെ അല്ലാതെ നിത്യജീവനിലേക്ക് മറ്റൊരു വഴിയുമില്ല. കാൽവറിയിലേക്കുള്ള വഴി വീണ്ടെടുപ്പിന്റെ പാതയാണ്. കാൽവറിയിലെ ക്രൂശും അതിലൂടെ നിത്യജീവനുമുണ്ട്. അടിച്ചമർത്തലിന്റെ സമയത്ത് ക്രൂശാണ് അഭയം. ആത്മാവിന് ശക്തിയുടെ ഉറവിടമാണ് ക്രൂശ്, സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും ഉറവിടം. നിങ്ങളുടെ ക്രൂശ് അതുല്യമാണ്. കാരണം ഓരോ വിശ്വാസിക്കും വഹിക്കാൻ വ്യത്യസ്തമായ കുരിശുണ്ട്. ചിലർക്ക് ശരീരത്തിൽ വേദനയും രോഗവും അനുഭവപ്പെടുന്നു. ചിലർ ആത്മാവിലും പോരാടുന്നു. ചിലർക്കൊരു ലക്ഷ്യമോ മൂല്യമോ നിറവേറ്റാതെ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തോന്നിയേക്കാം. എന്നിരുന്നാലും യാക്കോബ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷണങ്ങളിൽ വീഴുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരോത്സാഹം ഉളവാക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അതെല്ലാം സന്തോഷമായി കണക്കാക്കുക എന്ന് യാക്കോബ് 1:2-3 പറയപ്പെടുന്നു. ക്ഷമയോടും ഉത്സാഹത്തോടും കൂടി നിങ്ങൾ ക്രൂശ് ചുമക്കുകയാണെങ്കിൽ അത് നിങ്ങളെ നിത്യസന്തോഷത്തിലേക്ക് കൊണ്ടുപോകും. കർത്താവ് തന്നെ നിങ്ങളുടെ എല്ലാ കണ്ണുനീരും തുടയ്ക്കും. ലോകത്തിലെ എല്ലാ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും മനസ്സോടെ വഹിച്ച ദൈവത്തിന്റെ കുഞ്ഞാടാണ് നമ്മുടെ കർത്താവായ യേശു. ക്രൂശ് മഹത്വത്തിലേക്ക് നയിക്കുന്നു. ക്രൂശ് മരണം ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാമത്തെ കാര്യം ആത്മീയ വളർച്ചയ്ക്കുള്ള ഒരു പരിശീലന സ്ഥലമാണ്. രണ്ടാമതായി ക്രിസ്തുവുമായുള്ള ആഴമേറിയ കൂട്ടായ്മയിലേക്കുള്ള ഒരു പാത. 3 സ്വർഗത്തിൽ അവനോടൊപ്പം വാഴാനുള്ള ഒരുക്കം. ദൈവമക്കളെ, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അവനോടൊപ്പം വാഴും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഇയ്യോബ് 23:10 എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ശമൂവേൽ 3, 4, 5 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 14 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.